ഹലോ everyone. ഇപ്പോൾ CBSE ക്ലാസ് 10 ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണുള്ളത്, പിന്നെ കോമ്പണൻസ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ സ്ഫെറിക്കൽ മിറേഴ്സ്? അപ്പോൾ നമുക്ക് ആദ്യം ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കാം. സ്ഫെറിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫോം എ പാർട്ട് ഓഫ് എ സ്ഫിയർ. ഓക്കെ, വാട്ട് ഡസ് ദിസ് ഡെഫിനേഷൻ സേസ്? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു റിഫ്ലക്റ്റിംഗ് സ്ഫിയർ ഉണ്ടെന്ന് വെക്കാം. ഓക്കെ, ദിസ് ഇസ് എ സ്ഫിയർ. ഈ സ്ഫിയറിൽ നിന്ന് ഞാനൊരു പാർട്ട് എടുക്കാം. ഞാൻ ഈ സ്ഫിയറിൽ നിന്ന് ഇങ്ങനെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്താൽ, എനിക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് ഞാനിങ്ങനെ ഒരു പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ I get cutting a part like this. ഈ പാർട്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കും. ഈ പാർട്ട് ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എനിക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ ഭാഗം അവിടെ നിന്ന് പോകും. അപ്പോൾ നമുക്ക് അതൊന്ന് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള കേർവ് സർഫേസിൽ നമ്മൾ പോളിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സ്ഫെറിക്കൽ മിറേഴ്സ് കിട്ടുക. അപ്പൊ ഇനീഷ്യലി ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള കേർവ് സർഫേസിലുള്ള മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് സം എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു മിററാണ് അല്ലെ. നമുക്ക് വളവിലൊക്കെ നമുക്ക് വലിയ വലിയ ടേൺസിലൊക്കെ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മിററാണത്. അതുപോലെ തന്നെ സോളാർ കുക്കേഴ്സിൽ യൂസ് ചെയ്യുന്ന മിറേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന മിറേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഓരോ ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എത്ര ടൈപ്പ് സ്ഫെറിക്കൽ മിറേഴ്സ് ഉണ്ട് എന്ന് അടുത്ത ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മെയിൻലി ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് മിറർ ആണ് കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ നമുക്ക് ഡെഫിനിഷൻ ഒന്ന് വായിച്ചോക്കാം. A spherical mirror whose reflecting surface is curved inwards, that is, face toward the center of the sphere, is called a concave mirror. Okay, അതെന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഓൾറെഡി ഒരു കേർവ്ഡ് സർഫേസ് കിട്ടി കഴിഞ്ഞു. ഓക്കെ, കേർവ്ഡ് സർഫേസ് കിട്ടി. ഈ കേർവ്ഡ് സർഫേസിന്റെ ഇൻവേർഡ് ആയിട്ടുള്ള ഈ ഭാഗമല്ലേ, ഉള്ളിലേക്ക് വളഞ്ഞു നിൽക്കുന്ന ഈ ഭാഗത്താണ് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിന് എന്ത് മിറർ എന്ന് പറയാം? കോൺകേവ് മിറർ എന്ന് പറയാം. അതായത് നിങ്ങൾ കൈ ഇങ്ങനെ കുഴിച്ചു വെക്കുകയാണെങ്കിൽ ഉള്ളിൽ കുഴിയുന്ന ഈ ഭാഗമല്ലേ, ഈ ഭാഗം റിഫ്ലക്റ്റിംഗ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് നമ്മൾ അതിനെ പറയാം. ഓക്കെ, ഈ ഭാഗം റിഫ്ലക്റ്റിംഗ് ആയിട്ട് വരുമ്പോഴാണ് നമ്മൾ അതിന് കോൺകേവ് മിറർ എന്ന് പറയാം. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, ഇപ്പൊ നിങ്ങളൊരു സ്പൂൺ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ആ ഭാഗം നമുക്ക് നോക്കിയാൽ കാണാം ഉള്ളിലേക്ക് ഇങ്ങനെ കുഴിഞ്ഞായിരിക്കുന്നത്. ആ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന സ്ഫെറിക്കൽ ആയിട്ടുള്ള മിറേഴ്സിനെയാണ് നമ്മൾ കോൺകേവ് മിറർ എന്ന് പറയാം. ഇവിടെ നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്ന മിറേഴ്സിനാണ് നമ്മൾ കോൺകേവ് മിറേഴ്സ് എന്ന് പറയാം. ഓക്കെ, കോൺകേവ് മിറേഴ്സ് എന്താണ്? സ്ഫെറിക്കൽ മിറർ ഹൂസ് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്, that is faces towards the center of the sphere, is called a concave mirror. Okay, അതായത് ഇതാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് അല്ലെ. ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ആണെങ്കിൽ നമുക്കറിയാം ഈ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഫേസ് ചെയ്യുന്നത് ഈ സെന്റർ ഓഫ് ദ സ്ഫിയറിനെയാണ്. ഓക്കെ, അപ്പോൾ ഏതർ കേർവ്ഡ് ഇൻവേർഡ് ഓർ ഫേസസ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഈസ് കോൾഡ് എ കോൺകേവ് മിറർ. അതിന് അടുത്തൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ കണ്ടിട്ടുള്ള ഈ ഒരു മിറർ. ഇവിടെ നമുക്ക് കാണാം ഈ മിറർ ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. കേർവ്ഡ് ഇൻവേർഡ്സ് ആയിട്ടാണ് ഈ മിറർ ഉള്ളത്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് മിറർ നോക്കാം, കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഈ സ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു കേർവ്ഡ് മിറർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഈ പാർട്ട് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇനി ഈ പാർട്ടിനെ ഇൻവേർഡ് കേർവ് സർഫേസിലാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് വരുന്നുണ്ടെങ്കിൽ അത് കോൺകേവ് മിറർ ആണെന്ന് പറഞ്ഞു. സിമിലർലി ഈ ഔട്ട്വേർഡ് കേർവ് സർഫേസിലാണ് റിഫ്ലക്റ്റിംഗ് പാർട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു കോൺവെക്സ് മിറർ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഔട്ട്വേർഡ് പാർട്ടിലാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണാറുള്ള, നമ്മൾ ആദ്യം സ്ഫെറിക്കൽ മിറേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു റോഡ് സൈഡിൽ കാണാറുള്ള വലിയ ടേൺസിൽ കാണുന്ന ഈ ഒരു മിറർ. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോൺവെക്സ് മിറർ. നമുക്ക് കാണാം ഇതിങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് ബൾജ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ മിറേഴ്സ്, അവിടെ റിഫ്ലക്റ്റിംഗ് സർഫേസിലുള്ള മിറേഴ്സിനാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയാം. സോ അഗെയിൻ കോൺവെക്സ് മിററിന്റെ ഡെഫിനിഷൻ എന്താണ്? എ സ്ഫെറിക്കൽ മിറർ whose reflecting surface is curved outward is called a convex mirror.
അപ്പൊ മെയിൻലി നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ സ്ഫെറിക്കൽ മിറേഴ്സ് എന്താന്ന് പറഞ്ഞു. ഒരു സ്ഫിയറിന്റെ പാർട്ടായിട്ടുള്ള ഒരു സ്ഫിയറിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പാർട്ട് ഇങ്ങനെ കേർവ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അങ്ങനെ കേർവ്ഡ് ആയിട്ട് വരുന്ന മിറേഴ്സിനെയാണ് നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ദർ ആർ 2 ടൈപ്പ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്. കോൺകേവ് മിറേഴ്സും ഉണ്ട്, കോൺവെക്സ് മിറേഴ്സും ഉണ്ട്. കോൺകേവ് മിറർ എന്താണ്? ഇൻവേർഡ് കേർവ്ഡ് സർഫേസിലാണ് റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമുക്ക് റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നുണ്ടെങ്കിലാണ് നമ്മൾ അതിനെ കോൺകേവ് മിറർ എന്ന് പറയാം. ഇനിയല്ല, നമുക്ക് ഔട്ട്വേർഡ് കേർവ്ഡ് സർഫേസിലാണ് നമ്മുടെ റിഫ്ലക്ഷൻ കാണുന്നുണ്ടെങ്കിൽ അത് കോൺവെക്സ് മിറർ എന്ന് പറയും. ഓക്കെ, സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമ്പോണൻസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ. കോമ്പോണൻസ് ഓഫ് എ സ്ഫെറിക്കൽ മിറർ നമുക്ക് മെയിൻ ആയിട്ട് 5 കോമ്പോണൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സെന്റർ ഓഫ് കർവേച്ചർ, സെക്കൻഡ് വൺ ഇസ് പോൾ, തേർഡ് വൺ ഇസ് പ്രിൻസിപ്പൽ ആക്സിസ്, ഫോർത്ത് വൺ ഇസ് അപ്പർച്ചർ ആൻഡ് ഫിഫ്ത് വൺ ഇസ് ഫോക്കസ്. ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, സെന്റർ ഓഫ് കർവേച്ചർ. The center of the sphere of which the spherical mirror is a part is known as the center of curvature. Okay. അപ്പൊ നമ്മൾ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഈ സ്ഫിയർ എടുക്കുന്നത്, ഈ സ്ഫെറിക്കൽ മിറർ എടുക്കുന്നത്, ഇറ്റ് വാസ് ഇനീഷ്യലി പാർട്ട് ഓഫ് സ്ഫിയർ. ഈ സ്ഫിയർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തെടുത്തിരുന്നത്? ഈ സ്ഫിയർ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്ഫെറിക്കൽ മിറർ എടുത്തിരുന്നത്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്തു, എന്നിട്ട് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ മിറർ എടുത്തിരുന്നത്. അപ്പൊ നമുക്കറിയാം ഇനീഷ്യലി ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടാവില്ലേ? ഈ സ്ഫിയറിന് സപ്പോസ് ഇതാണ് ഇതിന്റെ സെന്റർ. അപ്പൊ ഈ സെന്റർ ആണ് ഈ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ ഈ പാർട്ടാണല്ലോ ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഓ, ഇത് ഡാഷ്ഡായി. again ഞാൻ സോളിഡ് ആക്കട്ടെ. സോളിഡ് ആക്കി again ഇപ്പൊ ഈ മിററാണ് ഈ ഒരു ഭാഗമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഈ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്തിന്റെ സെന്ററും ഈ സെയിം സ്ഫിയറിന്റെ സെന്റർ തന്നെയല്ലേ? ഓക്കെ, ഇതിന്റെ രണ്ടിന്റെ ഈ സ്ഫിയറിന്, അതായത് ഈ മിറർ ഇതിന്റെ പാർട്ടായിരുന്നപ്പോ ഈ സ്ഫിയറിന് ഒരു സെന്റർ ഇല്ലായിരുന്നോ? അപ്പൊ ഈ സെന്ററിനാണ് നമ്മൾ എന്ത് പറയാ? ഈ സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഈ സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ സെയിം സെന്റർ ആണ്. ഓക്കെ, ഈ സെയിം ഡിസ്റ്റൻസ് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ ദിസ് മച്ച് ഡിസ്റ്റൻസ് അല്ലേ? ഈ സെയിം ഡിസ്റ്റൻസ് ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണെങ്കിൽ ഓക്കെ നൗ ഓക്കെ, അപ്പോൾ ഇത് മിറർ ആൻഡ് അഗെയിൻ സോ ദിസ് വുഡ് ബി ദ സെന്റർ ഓഫ് ദി കർവേച്ചർ ഓഫ് ദ മിറർ. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഈ മിററിന്റെ സെന്റർ ഓഫ് കർവേച്ചർ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത് നോക്കി, കറക്റ്റ് ഓവർലാപ്പ് ആവുന്നില്ല. സെന്റർ ഓഫ് കർവേച്ചർ, ഈ സ്ഫിയറിന്റെ സെന്റർ ഏതാണോ അതാണ് സെയിം ഈ സ്ഫെറിക്കൽ മിററിന്റെ സെന്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിനാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദ സെന്റർ ഓഫ് ദ സ്ഫിയർ ഇസ് ദ സ്ഫെറിക്കൽ മിറർ ഇസ് എ പാർട്ട് ഇസ് നോൺ ആസ് ദ സെന്റർ ഓഫ് കർവേച്ചർ ഓഫ് ദ മിറർ. ഓക്കെ, അപ്പൊ അതായിരുന്നു സെന്റർ ഓഫ് കർവേച്ചർ. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ സെക്കൻഡ് പാർട്ട് വിച്ച് ഇസ് പോൾ. പോൾ എന്ന് പറയുന്നത് let me take this, copied and paste here. പോൾ എന്ന് പറയുന്നത് ഈ മിറർ ഉണ്ടല്ലോ, ഈ മിററിന്റെ സെന്റർ കൃത്യമായിട്ടുള്ള ജോമെട്രിക്കൽ സെന്ററിനാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ ഈ സെന്റർ ഓഫ് കർവേച്ചറിന് ഈ ലൈൻ വരച്ചപ്പോൾ ഓൾമോസ്റ്റ് സെന്ററിലാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? പോൾ എന്ന് പറയാം. ഈ സെന്ററിനാണ്, ദ ജോമെട്രിക് സെന്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് ദ മിററിനാണ് നമ്മൾ എന്ത് പറയാം? പോൾ എന്ന് പറയാം. സോ പോൾ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ദ പോൾ. Now, next part is principal axis, a straight line passing through the pole and the center of the curvature of the spherical mirror. Again, let me copy this. A straight line passing through the center and the pole of the spherical mirror is known as the principal axis. അപ്പോൾ ഈ സെന്ററിന്റെയും സ്ഫെറിക്കൽ മിററിന്റെയും കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസ്. സോ ദിസ് സെന്ററിലൂടെ പ്രിൻസിപ്പൽ ആക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഹെൻസ് ഈ ലൈനാണ് നമ്മൾ എന്ത് പറയാം? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയും. സോ നമുക്ക് നെക്സ്റ്റ് കോമ്പോണന്റിൽ പോവാം. നെക്സ്റ്റ് കോമ്പോണന്റ്, വാട്ട് ഇസ് നെക്സ്റ്റ് കോമ്പോണന്റ്? അപ്പർച്ചർ. നെക്സ്റ്റ് കോമ്പോണന്റ് അപ്പർച്ചർ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കോമ്പോണന്റ് ഇസ് അപ്പർച്ചർ. ഓക്കെ, അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഓഫ് ദ സ്ഫെറിക്കൽ മിറർ. ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് അഥവാ അപ്പർച്ചർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ എന്ന് പറയുന്നത്. അപ്പർച്ചർ ഓഫ് ദ സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ആ ഒരു പോയിന്റ് വരെയാണ്
ഒരു തിൻ ലൈൻ കൊണ്ട് മാർക്ക് ചെയ്യാം. റെഡ് ആയി വേണം. സോ ഈ ഒരു റെഡ് ആയിട്ട് ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാ അപ്പർച്ചർ എന്ന് പറയാം. ഓക്കെ, അപ്പർച്ചർ അപ്പർച്ചർ ദിസ് ഇസ് അപ്പർച്ചർ. അപ്പൊ അപ്പർച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്ടിംഗ് സർഫേസ് ഓഫ് ദ സ്ഫെറിക്കൽ മിററിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കോമ്പണന്റ് ഇപ്പൊ നമ്മൾ 4 കോമ്പണന്റ്സ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ് 4 കോമ്പണന്റ്സ്? പോൾ ഡിസ്കസ് ചെയ്തു, പിന്നെ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത് സെന്റർ ഓഫ് കർവേച്ചർ, പിന്നെ പോൾ ഡിസ്കസ് ചെയ്തു, പിന്നെ പ്രിൻസിപ്പൽ ആക്സിസ് ഡിസ്കസ് ചെയ്തു, പിന്നെ അപ്പർച്ചർ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. ഫോക്കസ് എന്ന് പറയുന്നത് എന്താ? ദ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വേർ റേസ് ഓഫ് ലൈറ്റ് പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് എയ്തർ ആക്ച്വലി മീറ്റ് ഓർ അപ്പിയർ ടു മീറ്റ് ആഫ്റ്റർ ദ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ. ഓക്കെ, അപ്പൊ ഫോക്കസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റേ ഡയഗ്രാം തന്നെ വരയ്ക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. അപ്പോ ഇത് നമ്മുടെ എന്ത് മിററാണ്? ഇതിപ്പോ ഏത് മിററാന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫേസ് വരച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ കോൺകേവ് മിററിന്റെ കേസിലും കോൺവെക്സ് മിററിന്റെ കേസിലും ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പല രീതിക്കാണ് പോവുക. ഓക്കെ, ആദ്യം നമുക്ക് കോൺകേവ് മിററിന്റെ കാര്യത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യാണ് ഇതൊരു കോൺകേവ് മിററാണ്. കോൺകേവ് തൽക്കാലത്തിന് ഇപ്പൊ നമുക്ക് ഈ അപ്പർച്ചറിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചേക്കാം. അപ്പർച്ചർ ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫോക്കസിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യം. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഫോക്കസ്. ഫോക്കസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിന്റെ കേസിൽ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഏതാണ്? കോൺകേവ് മിററിന്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫേസ് നമ്മുടെ ഈ ഇന്നർലി കേർഡ് ആയിട്ടുള്ള ഭാഗത്തിനാണ് നമ്മൾ എന്ത് പറയാ, ഇന്നർലി കേർഡ് ഭാഗം റിഫ്ലക്റ്റിംഗ് സർഫേസിനാണ് നമ്മൾ കോൺവെക്സ് മിറർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ കോൺകേവ് മിറർ എന്ന് പറയാം. അപ്പോൾ ഇതിന്റെ ഔട്ട്വേർഡ് ആയിട്ടുള്ള ഭാഗത്തിലാവും നമ്മൾ സിൽവറിങ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫേസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാവും നമ്മൾ സിൽവറിങ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഈ കോൺവെക്സ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ സിൽവറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് പാരലൽ ആയിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൂടെയാണ് പാസ് ചെയ്യുക. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് പാസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൂടെയാണ്. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ റേസ് ഒക്കെ പാസ് ചെയ്യുന്നത് ഒരു പാരലായിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് പാസ് ചെയ്യുക ഒരു പെർട്ടിക്കുലർ പോയിന്റ് കൂടെയാണ്. ഓക്കെ, അപ്പൊ ഈ പാരലൽ റേസിന് പാരലായിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആക്സിസിലെ പോയിന്റ് കൂടെ പാസ് ചെയ്യും. ആ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് ഫോക്കസ് എന്ന് പറയാം. കോൺകേവ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വരുന്ന റേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം കോൺകേവ് മിറർ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റ് കൂടെ പാസ് ആവും. ആ പോയിന്റിനെയാണ് നമ്മൾ ഫോക്കസ് ഓഫ് ദ കോൺകേവ് മിറർ എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ കോൺകേവ് ആയിട്ടുള്ള മിറർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ കോൺകേവ് മിറർ എടുത്തു കഴിഞ്ഞ് സൺലൈറ്റിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, സൺലൈറ്റിൽ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ പാരലായിട്ട് വരുന്ന റേസ് ഒക്കെ അവിടെ തട്ടിയിട്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസസ് ത്രൂ എ പെർട്ടിക്കുലർ പോയിന്റ്. അവിടെ ഇങ്ങനെ എല്ലാ സൺലൈറ്റും കൂടിയിട്ട് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഒരു പോയിന്റിലേക്ക് കൺവേഴ്സ് ആവും. ആ പോയിന്റിനെയാണ് ഫ്രം ദ പോൾ ഓഫ് ദ മിറർ ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയും. ആ കൺവേർട്ട് ചെയ്യുന്ന പോയിന്റിനാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കസ് എന്ന് പറയും. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം സ്ഫെറിക്കൽ മിറേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു സോളാർ കുക്കർ എന്ന് പറഞ്ഞ ഒരു സാധനം കാണിച്ചപ്പോൾ, ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണും ഇവിടെ ഇങ്ങനെ വലിയൊരു കോൺകേവ് മിറർ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇത് സൺലൈറ്റിനെ ഫേസ് ചെയ്തിട്ട് ഈ കോൺകേവ് മിറർ വെച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാം ഒരു വെസൽ വെച്ചിരുന്നത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇത് നമ്മൾ ഇൻഫിനിറ്റിന്ന് വരുന്ന റേ ആയതുകൊണ്ട് ഇതൊക്കെ പാരലൽ ആയിട്ടാണ് വരുന്നത്. പ്രിൻസിപ്പൽ ആക്സിന് പാരലൽ ആയിട്ട് വന്നു. ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇതെല്ലാം പോകുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ്. അതാണ് ഇത് സോളാർ കുക്കർ. അപ്പൊ ഈ ഹീറ്റ് അല്ല, ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന ഹീറ്റ് അല്ല ഒരു പോയിന്റിൽ ഫോക്കസ് ആയിട്ട് ഇവിടെ ഹീറ്റ് ആയിട്ട് നമുക്ക് ഈ വെസലിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വാട്ടർ ആണെങ്കിൽ വാട്ടർ ഹീറ്റ് ആക്കാം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് സോളാർ കുക്കറിന്റെ പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഈ ഫോക്കസിൽ വന്ന് റേസ് ഫോക്കസ് ചെയ്യുന്നതിനെ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ സോളാർ കുക്കർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവറിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലായിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോക്കസ് എന്ന് പറയാം, കോൺകേവ് മിറർ. ഇനി കോൺവെക്സ് മിററിന്റെ കേസിലാണെങ്കിൽ ഇത് എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്, ഇങ്ങനെയല്ല. ഓക്കെ, കോൺവെക്സ് മിററിന്റെ കേസിൽ നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഏതാ? റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയുന്നത് ഈ പുറത്തുള്ള ഭാഗമാണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫേസ്. അപ്പോൾ ഞാൻ റേസ് വരാൻ വേണ്ടി തിരിച്ചു വെച്ചോക്കാം. സോ ജസ്റ്റ് തിരിച്ചെടുക്കാം നമുക്ക്.
Okay. So this is C and this is B. ഇപ്പൊ കോൺകേവ് മിറർ കോൺവെക്സ് മിററിന്റെ കേസിൽ റിഫ്ലക്റ്റിംഗ് സർഫേസ് നമുക്കറിയാം റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈ കർവ്ഡ് ഔട്ട്വേർഡ് ആയിട്ടുള്ള സർഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സിൽവറിങ് ചെയ്തിട്ടുണ്ടാവുക ഈ ഉള്ളിലെ ഭാഗത്താണ് നമുക്ക് എന്തുണ്ടാവുക സിൽവറിങ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സിൽവറിങ് എവിടെയാണ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ ആയിട്ട് വരുന്ന റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ കോൺവെക്സ് മിററിന്റെ കേസിൽ ഇങ്ങനെ ഡൈവേർജ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഡൈവേർജ് ആയി പോകും. ഓക്കെ, പ്രിൻസിപ്പൽ ആക്സിന്റെ കേസിൽ കോൺവെക്സ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലായിട്ട് വരുന്നത് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഇങ്ങനെ ഡൈവേർജ് ആയി പോവുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇനി നമ്മൾ ഇത് ട്രേസ് ബാക്ക് ചെയ്യുന്നത് ഇപ്പൊ കൺവേർജ് ആയി പോവല്ലേ, ഇത് ട്രേസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ് സെയിം ആവും. പ്രിൻസിപ്പൽ ആക്സിസ് സെയിം ആവും. അപ്പൊ ഈ ഒരു പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺവെക്സ് മാറിപ്പോകുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കരുത്. ഇതാണ് ഫോക്കസ് ഓഫ് എ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കോൺകേവ് മിററിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആഫ്റ്റർ റിഫ്ലക്ഷൻ പ്രിൻസിപ്പൽ ആക്സിന്റെ പാരലായിട്ട് വരുന്ന റേസ് മാത്രമേ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫോക്കസിലൂടെ പോകുള്ളൂ. അപ്പൊ അങ്ങനെ ഫോക്കസിലൂടെ പോകുന്ന ആ പോയിന്റിനാണ് ഈ ലൈറ്റ് റേസ് എല്ലാം പോയിന്റ് ചെയ്യുന്ന ആ പോയിന്റിനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. സിമിലർലി കോൺവെക്സ് മിററിന്റെ കേസിൽ ഇതിങ്ങനെ ഡൈവേർജ് ആയി പോവുകയാണ് ചെയ്യുക. ബട്ട് നമ്മൾ ആ ഡൈവേർജ് ആയി പോകുന്ന റേ ഒന്ന് ട്രേസ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു പോയിന്റിൽ പ്രിൻസിപ്പൽ ആക്സിലെ സെയിം പോയിന്റിൽ ഒന്ന് കൂട്ടിയിട്ടും ആ പോയിന്റാണ് ഫോക്കസ് എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മുടെ ഡെഫിനിഷൻ നമുക്ക് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. The point on the principal axis where rays of light parallel to the principal axis either actually meet ചെയ്യുന്നത് ഇല്ല കോൺകേവ് മിററിന്റെ കേസിൽ, or appear to meet after reflection. കണ്ടോ, ഇത് ഡൈവേർജ് ആയിട്ട് പോകുന്നത് ബട്ട് അപ്പിയർ ടു മീറ്റ്, ഇങ്ങനെ വിർച്വൽ ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യുന്ന പോലെ തോന്നും. അതിനെയാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയാം. കോൺവെക്സ് മിററിന്റെ കേസിൽ അപ്പിയർ ടു മീറ്റും കോൺകേവ് മിററിന്റെ കേസിൽ മീറ്റുമാണ് നടക്കുന്നത്. സോ അതാണ് നമ്മുടെ ഫോക്കസ്. ഇനി അടുത്തത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ആണ്. ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ ഈ പോളിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. പോളിൽ നിന്ന് ഈ ഫോക്കസിലേക്കുള്ള ലെങ്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്ക് ഈ പോളിൽ നിന്ന് ആ ഫോക്കസിലേക്കുള്ള ഈ ലെങ്തിനെയാണ് നമ്മൾ ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. നമ്മൾ സ്മോൾ എഫ് എന്നുള്ള രീതിയിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഫോക്കസിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസിന് ഫോക്കൽ ലെങ്ത് അഥവാ എഫ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. Okay, so that was the 5 components of the spherical mirrors, which were the first one was center of curvature, then pole, then principal axis, aperture and focus. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ സ്ഫെറിക്കൽ മിറർ ഏത് സ്ഫിയറിന്റെ ഭാഗമായിരുന്നോ ആ സ്ഫിയറിന്റെ സെന്ററിനെയാണ് നമ്മൾ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയാം. ഓക്കെ, പിന്നെ ജോമെട്രിക്കൽ സെന്റർ ഓഫ് ദാറ്റ് കർവ്ഡ് മിറർ, അതായത് ഇപ്പോൾ ഈ ഒരു മിറർ എടുക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ കറക്റ്റ് സെന്ററിനെയാണ് നമ്മൾ എന്ത് പറയാ, പോള് എന്ന് പറയും. ഓക്കെ, ദെൻ പ്രിൻസിപ്പൽ ആക്സിസ്, ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെയും പ്രിൻസിപ്പൽ ആക്സിസ് കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയാം. അപ്പേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ്, ഈ ഒരു ലെങ്തിനെയാണ് നമ്മൾ അപ്പേച്ചർ എന്ന് പറയാം. ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺകേവ് മിററിന്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിസിന്റെ പാരലായിട്ട് വരുന്ന ആഫ്റ്റർ റിഫ്ലക്ഷൻ പാസ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയാം. ബട്ട് കോൺകേവ് മിററിന്റെ കേസിലാണെങ്കിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഏതൊരു പോയിന്റ് നമുക്ക് വരുന്ന പോലെ തോന്നും അല്ലെങ്കിൽ അപ്പിയർ ടു മീറ്റും തോന്നും, ആ പോയിന്റിനെയാണ് നമ്മൾ കോൺവെക്സ് മിററിന്റെ കേസിൽ ഫോക്കസ് എന്ന്. ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിരുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അഗെയിൻ ആദ്യം മുതൽ പറയാണ്, സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് സ്ഫിയറിന്റെ പാർട്ടായിരുന്നോ മിറർ അതിനെയാണ്, ഒരു സ്ഫിയറിനെ കട്ട് ചെയ്തെടുക്കുന്ന മിറർ പാർട്ടിനാണ് നമ്മൾ എന്ത് പറയാം, സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയാം. ദർ ആർ 2 ടൈപ്സ് ഓഫ് സ്ഫെറിക്കൽ മിറേഴ്സ്, കോൺകേവ് മിറർ ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ കേർവ് ചെയ്തിരിക്കുന്ന സർഫേസിൽ ഇൻവേർട്ട് കേർവ്ഡ് ആയിട്ടുള്ള സർഫേസ് ആണ്, അവിടെയാണ് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മിററിനാണ് കോൺകേവ് മിറർ പറഞ്ഞു. ഇൻവേർട്ട് സർഫേസ് ഓഫ് സ്പൂണും ഈ ഡെന്റിസ്റ്റിന്റെ അടുത്തൊക്കെ ഉള്ള ഈ ഒരു സ്പൂണും ഒരു എക്സാമ്പിൾ ഓഫ് കോൺകേവ് മിററാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് എക്സാമ്പിൾ നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഉള്ളത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ ഈ ഔട്ട്വേർഡ് കേർവ്ഡ് സർഫേസിലാണ് നമുക്ക് നമ്മുടെ റിഫ്ലക്ഷൻ കാണാൻ പറ്റുന്നതെന്നുണ്ടെങ്കിലാണ്
നമ്മൾ എന്ത് പറയാം, അതൊരു കോംപ്ലക്സ് മിറർ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് പാർട്ട്. ഇനി നെക്സ്റ്റ് പാർട്ട് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് റേ ഡയഗ്രം വരയ്ക്കണം, കുറെ ലോസ് പഠിക്കാനുണ്ട്. സോ അടുത്ത പാർട്ടായിട്ട് കാണാം. അതുവരേക്കും ഈ പാഠങ്ങളൊക്കെ ഈ ഇന്ന് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യും.